എൻ്റെ സോളോ ഡേയ്സ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ തനിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ചായയോ കാപ്പിയോ ഒക്കെ ഇട്ട് കുടിക്കാം. എനിക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് പൊട്ടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്ന പിസ്തയാണ് കേട്ടോ ഇത് ചേച്ചിയുടെ മോള്, നാത്തൂൻ്റെ മോള്, പൊന്നിമോള് ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ്. അമ്മച്ചിയും ഹസ്ബൻഡും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് എടുക്കാനായിട്ട്. എന്തായാലും അവരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു എക്സ്പയർ കഴിയുമെന്നുള്ള പേടിയായപ്പോഴത്തേക്ക് ഞാനങ്ങ് എടുത്തു കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ജോലികളൊക്കെ ഇങ്ങനെയാണ്. സമയമോ സന്ദർഭങ്ങളോ ഒന്നുമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണോ അപ്പോൾ ഞാനങ്ങ് ചെയ്തത്. അങ്ങനെ സോളോ ഡേയ്സ് ഒക്കെ കഴിഞ്ഞു. വീട്ടിലെ ആൾക്കാരും താമസവും ഒക്കെ പഴയതുപോലെ ആയി. ഞാനിപ്പോൾ ഒരു ഓട്ടോയിൽ വളരെ ഹാപ്പി ആയിട്ട് ഒരാളെ കാണാനായിട്ട് പോകുവാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ അതിഥിയും അംഗവും ഒക്കെ തന്നെയാണ്. എൻ്റെ അനിയത്തിയാണ് കേട്ടോ, സിസ്റ്റർ ജെസിമോൾ MSJ. 5 ദിവസത്തെ അവധിക്ക് വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഒരു ദിവസം മുൻപ് ആളെത്തിയെങ്കിലും ഈ പള്ളിയിൽ ഒന്ന് വരണമെന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു. ഞാൻ ജോലി കഴിഞ്ഞിട്ട് പള്ളിയിലോട്ട് വന്നോളാം, നീ പള്ളിയിലോട്ട് പോയിക്കോ എന്ന് ഞാൻ ജെസിമോളോട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ 5 മണിക്കത്തെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ആൾ വന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇതാണ് ഞങ്ങളുടെ മുട്ടത്തമ്മ, ചേർത്തല സെന്റ് മേരീസ് ചർച്ച് മുട്ടം. 14 വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് ഇവിടെ അടുത്ത് ഒരു കോളേജിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഇവളെയും കൂട്ടിയായിരുന്നു കേട്ടോ, അനിയത്തി അന്ന് മഠത്തിൽ ചേരാനായിട്ട് ഇങ്ങനെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. കോളേജിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഈ മുട്ടത്തമ്മയുടെ തിരുസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കയറിയേ. ആ കയറിയ വഴിക്ക് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ഞാൻ അനിയത്തിയോട്, ജസ്മോളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ജസ്മോളെ, ശരിക്കും നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ നീ മഠത്തിൽ ചേരുവോ, സിസ്റ്റർ ആവുമോ എന്നൊക്കെ. എൻ്റെ ചോദ്യത്തിന് കേവലം 15 വയസ്സിൽ എന്ത് മറുപടി തരാനാ അല്ലേ. 5 ഡയലോഗൊക്കെ ആൾ പറയുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അന്നും അറിയില്ല ആൾക്ക് 5 ഡയലോഗ് പറയാൻ ഇന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം എൻ്റെ അടുത്ത് വളരെ ലളിതമായിട്ട് പറഞ്ഞു, എനിക്കിഷ്ടമാണ് സിസ്റ്റർ ആവുന്നത്, മഠത്തിൽ ചേർന്ന് സിസ്റ്ററായിട്ട് ജീവിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്ന്. ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചാലും അതേ ഉത്തരം തന്നെയാണ് കേട്ടോ പറയുന്നത്. ആൾ നല്ല ഹാപ്പി ആയിട്ട് ആളുടെ ലൈഫിൽ സന്തോഷത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ തിരഞ്ഞെടുത്തതും കണ്ടെത്തിയതുമായിട്ടുള്ള ജീവിതാന്തസ്സിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ പരം വിജയം എന്താണല്ലേ ജീവിതത്തിലുള്ളത്. അപ്പം മുട്ടത്തമ്മയുടെ സന്നിധിയിൽ ഞങ്ങൾ ആ ഒരു ഓർമ്മയൊക്കെ പുതുക്കി പ്രാർത്ഥിച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള പുതിന റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഞാനും അനിയത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജൂൺ 6-ാം തീയതി ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം വീട്ടിലുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ട്രോളി ബാഗ് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടിക്കൊണ്ട് പോയി നല്ലൊരു അടിപൊളി ട്രോളി ബാഗ് വാങ്ങിച്ചു കൊടുത്ത് ആളെ ഹാപ്പിയാക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ച് ദിവസം കൂടി വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയാണ് കേട്ടോ തിരിച്ച് അവളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ആലുവയിൽ കൊണ്ടാക്കിയത്. പോകുന്ന വഴി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നല്ല അടിപൊളി ബിരിയാണിയും പുട്ട് ഐസ്ക്രീമൊക്കെ ഒരുമിച്ച് കഴിച്ചു. അങ്ങനെ ആളുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്നപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾക്ക് ശരിക്കും വേറൊരു ബന്ധുവീട് പോലെ തന്നെയാണ് കേട്ടോ. കാരണം അവൾ ജീവിക്കുന്ന സ്ഥലമല്ലേ. ഇവിടുത്തെ സിസ്റ്റേഴ്സിനൊക്കെ എന്ത് നല്ല സ്നേഹമാണ്, കെയറിങ് ആണെന്ന് അറിയാവോ. ശരിക്കും മാലാഖമാരാണ് കേട്ടോ. ഇവരുടെ അടുത്ത് നമ്മളൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ അത് എന്തായാലും സാധിച്ചിരിക്കും, ഉറപ്പാണ്. ഇരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സാണ് കേട്ടോ. സിസ്റ്റർ സിസിൽ തെരേസും ആൻ സിസ്റ്ററും അതുപോലെ തന്നെ സൗമ്യ സിസ്റ്ററും ലിജി സിസ്റ്ററും ഒക്കെ. ഒത്തിരി നാളുകൾക്ക് ശേഷം ചേട്ടൻ ചേച്ചിയും അടുത്തി വന്ന സന്തോഷത്തിലാണ് ഞങ്ങളുടെ ജെസിമോളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.